സീസൺ 2 ജൂനിയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരങ്ങളിലേക്ക് ഉടനെ തന്നെ കടക്കുകയാണ്. പക്ഷേ അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്ക് ഏവർക്കും മറക്കാനാകാത്ത എവർഗ്രീൻ ഹിറ്റ്സ് എന്ന് തന്നെ പറയാം. അങ്ങനെ കുറെ ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI, സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ അൽഫോൺസ് ജോസഫ്, പ്ലേബാക്ക് സിംഗർ സിസിലി എബ്രഹാം. വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഈ ഫ്ലോറിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഓർക്കസ്ട്ര ടീമാണ്. മ്യൂസിക് ഡയറക്ടർ പ്രിൻസ് ജോസഫ് ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ ജഡ്ജസ് റെഡിയായി കഴിഞ്ഞു, നമ്മുടെ ഓർക്കസ്ട്ര ടീം റെഡിയായി, പ്രേക്ഷകരായി നിങ്ങളും റെഡിയായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരങ്ങൾ തുടങ്ങാം അല്ലേ? വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് മരിയ ബാബു. മരിയ, ഫുൾ വൈറ്റ് ആൻഡ് വൈറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏത് പാട്ടാണ് പാടുന്നത്? ഏത് റൗണ്ടിലാണ് പാടുന്നത്? ഞാൻ മരിയൻ റൗണ്ടില് ജപമാല നെഞ്ചോട് ചേർത്തുമല്ല എന്ന പാട്ടാണ് പാടുന്നത്. പ്രാക്ടീസ് ചെയ്തോ? കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു സ്കോർ? 22. മരിയക്ക് കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? കറക്ഷൻസ് ഒക്കെ. മരിയക്ക് നല്ല വോയിസ് ഉണ്ട്, നല്ല ടാലന്റ് ഉണ്ട്, ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. കുറച്ച് കറക്ഷൻസ് ക്ലിയർ ചെയ്താൽ ഒത്തിരി ഹൈറ്റ്സിൽ പോകാനുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ഈ റൗണ്ടില് അതൊക്കെ ക്ലിയർ ചെയ്ത് നന്നായി തന്നെ പാടാൻ അനുഗ്രഹിക്കട്ടെ, മാതാവിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ മരിയ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തിരുനാമ
എന്തോ നല്ലൊരു മരിയൻ ഗാനമായിരുന്നു. എങ്ങനെ പാടിയെന്ന് തോന്നണോ? ഇനി കുഴപ്പമില്ലാതെ പാടിയെന്ന് വലിയ കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നണോ? നമുക്ക് നോക്കാം കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് ഈ റൗണ്ടിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ, ഈ പാട്ടില് കറക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഉരുളിയടിക്കലച്ചാ ആരാ മോളെ ഈ പാട്ട് എഴുതിയത്? സംഗീത കൊടുത്ത ആരാന്നറിയാമോ? നിങ്ങൾ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. ആരോട് ചോദിച്ചാലും അവർക്കൊന്നും അറിഞ്ഞോണ്ട് ഒരു പാട്ട് പഠിച്ചു നമുക്ക് വരും. ഇത്രയും ബുദ്ധിമുട്ടി ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഇപ്പൊ ഇതെല്ലാം കിട്ടാൻ എല്ലാ വഴികളും ഉണ്ടല്ലോ നമുക്ക്. ഒറ്റ ആൾക്ക് അറിഞ്ഞൂടാ, പുതിയത് അറിഞ്ഞൂടാ, പഴയത് അറിഞ്ഞൂടാ. ഇനി എല്ലാ കണ്ടസ്റ്റൻസും അത് പഠിച്ചിട്ട് തന്നെ ആരാണ് നിങ്ങൾ പാടുന്ന പാട്ട് ആരുടേതാണ്, ആര് സംഗീതം കൊടുത്തു എന്നുള്ള എല്ലാവരും അടുത്ത റൗണ്ട് മുതൽ പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. മരിയയുടെ സ്വഭാവത്തിലൊരു ഉണ്ട്, ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റ് ആയിരുന്നിട്ടുണ്ട് കേട്ടോ, അതൊന്നും പോയിട്ടില്ല. പിന്നെ മോളുടെ പാട്ടിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടണം. ആഹാ എന്ന് പഠിക്കുക. ആഹാ, ആദ്യത്തെ ആഹാ, അതെ വരുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. ആഹാ 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 പഠിക്കൂ. എല്ലാ ഹമ്മിങ് ശ്രദ്ധിക്കണം കേട്ടോ. മിഡിൽ പല്ലവി രണ്ടും വളരെ നന്നായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ശ്രുതി കുറച്ച് ചേർന്ന് നന്നായിരുന്നല്ലോ എന്ന് തോന്നിയ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മോളൊരു നീതി ചെയ്തു പാട്ടിനോട്. യു ഡിഡ് വെൽ. വലിയ കുഴപ്പമൊന്നുമില്ല. പാട്ട് അങ്ങനെ വലിയ ടഫായിട്ടുള്ള പാട്ടൊന്നുമല്ല. ഓപ്പൺ തോട്ട് സിംഗിങ് മോൾക്ക് ഒരു ബ്യൂട്ടി ഇച്ചിരി കുറവുണ്ട്, ഒരു മാധുര്യം കുറവുണ്ട്. അടിച്ചും വിടുക അതുപോലെ ഇരിക്കുന്നു. ആവശ്യമുള്ളിടത്ത് ഡൈനാമിക്സ് കൊടുത്ത് പാട്ടിന്റെ ബ്യൂട്ടി സൗന്ദര്യം കൊടുക്കണം കേട്ടോ. എത്ര ഉള്ളു കറക്റ്റ് ചെയ്യാതെ. മരിയയുടെ പാട്ട് എനിക്കിഷ്ടമായി. കുറെ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ മിഡിൽ പല്ലവി, അനുപല്ലവി കഴിഞ്ഞ വരുന്ന പല്ലവി ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന്റെ അർത്ഥം മരിയക്ക് ശരിക്കും നല്ല എക്സ്പ്രഷനോട് കൂടി പാടാനായിട്ട് സാധിക്കുമെന്നുള്ള. പിന്നെ കൺസിസ്റ്റൻസി കൊണ്ടുവരാനുണ്ട്. അതിലേക്കാണ് ഇനി പ്രാക്ടീസ് ചെയ്ത് റീച്ച് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി മീൻസ് ചില ഭാഗങ്ങളിൽ ചെറിയൊരു കൃത്യത വരാനായിട്ട്, ഇപ്പോ പിച്ചിന്റെ ശ്രുതിയുടെ രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഔട്ടായിട്ടൊന്നുമില്ല, എങ്കിലും ഒരു ചെറിയൊരു ടെൻഡൻസി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ മിഡിൽ പല്ലവിയില് ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് കൃത്യ നോട്ടിലൂടെയൊക്കെ കടന്നുപോയി. അപ്പം അതേ ഒരു പെർഫെക്ഷൻ ബാക്കി സ്ഥലങ്ങളിൽ വന്നിരുന്നെങ്കിൽ നല്ലൊരു ഹൈ മാർക്കിലേക്ക് പോകാനുള്ള എല്ലാ സ്കോപ്പും ഈ പാട്ടിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ശരിക്കും ഉള്ളില് പ്രാർത്ഥിച്ചതിനെ പാടിയെന്ന് തോന്നുന്നു അല്ലെ? അത് അവനോട് പ്രാർത്ഥിച്ചതിനെ പാടി. അപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും. വളരെ അവസാനം കൊണ്ടുവന്ന് അവിമരിയ കൊണ്ടുവന്ന് സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നിടത്ത് കുറച്ച് ഫ്ലക്ച്വേഷൻ വന്നു പിച്ചിന്റെ. പിന്നെ സെക്കൻഡ് റിപ്പിറ്റേഷനിൽ സെക്കൻഡ് റിപ്പിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. പിന്നെ തകർന്നുള്ളം വെന്തിടുന്നു അല്ലെ, അവിടെ ഇടയ്ക്ക് ബ്രെത്ത് എടുത്തായിരുന്നു അല്ലെ? അങ്ങനെ പെട്ടെന്ന് വന്നാണോ? പെട്ടെന്നാണ് ആണല്ലേ? ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. കാര്യം ഒരു ലൈൻ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുമ്പോ ഇടയ്ക്ക് ബ്രേക്ക് വരാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതർവൈസ് കുറെ ഞാൻ വലിയ കറക്ഷൻ എഴുതിയിട്ടില്ല. മരിയയ്ക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ലെവൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അടുത്തൊരു പാടന്റെ സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിക്കോ. എനിക്കൊന്ന് കുറച്ച് ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ എന്ന് എനിക്ക് ഇത്തിരി സംശയം. ശരിയാകാവോ? അത് വേണ്ട, ശരിയാവും, നന്നായിട്ട് പാടാനായിട്ട് പറ്റും. ആ ഒരു ഉറപ്പോടുകൂടെ വന്ന് നിന്ന് ആ കാണുമ്പോൾ തന്നെ മരിയെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണം നല്ല ബോൾഡായിട്ടാണല്ലോ വന്നിരിക്കണേ എന്നുള്ളത്. മനസ്സിലായോ? അയ്യോ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാല് ആ പാട്ടിനെ അത് എഫക്ട് ചെയ്യും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസേട്ടാ. സിസിലി. മരിയ ബാബു നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. മോള് പ്രാർത്ഥിച്ച് പാടിയതിന്റെ കാണാനുണ്ടായിരുന്നു.
പറഞ്ഞ പോലെ മോൾക്ക് വലിയ ഫ്ലോസ് ഒന്നും അധികം നമ്മൾ എഴുതി വെച്ചിട്ടില്ല. മോള് നല്ല എൻജോയ് ചെയ്ത് തന്നെ ഈ പാട്ട് പാടി. ഒരു കാര്യം ചേച്ചി നോട്ട് ചെയ്തത്, ഉരുവിട്ടു ഞാൻ ആ പോർഷൻ ഒന്ന് പാടാം. ജപമാല നെഞ്ചോടു ചേർത്തുമില്ലേ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാനല്ലേ, ഉരുവിട്ടു ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ നേരത്തെ കയറി പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും ഈ യാ വരുന്നത് ആ വാക്ക് നേരത്തെ മോള് പറഞ്ഞിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന പോലെ എനിക്ക് തോന്നിയേ. അത് പല സ്ഥലത്ത് നമുക്കൊരു ഇച്ചിരി ഒരു കേൾക്കാനേ, മരിയാമ്പികെ യാ ഉള്ളോട് തന്നെ ഒരു യായും കൂടെ ഒരു എക്സ്ട്രാ യാ ആഡ് ചെയ്യുന്ന പോലെ തോന്നി. അതുപോലെ വെയ്പ്പു എന്നുള്ള സ്ഥലത്തല്ലേ, വെയ്പ്പോ ഓ ആണോ ഊ ആണോ, അത് വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ. അതിന്റെ നോട്ടും ലാസ്റ്റ് പാടിയപ്പോ അത് മാറിപ്പോയി. പിന്നെ ആവേ മരിയ അതല്ലേ, അതൊന്ന് പാടാം. ആവേ 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 മരിയ ആവേ 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 മരിയ മരിയ അങ്ങനെ ഒരു വെപ്പുണ്ട് കേട്ടോ. അതാണ് ഞാൻ മെയിൻ ആയിട്ടും ഈ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലാതെ മോൾക്ക് ടെക്നിക്കലി ഇഷ്യൂസ് കുറച്ച് കുറവായിരുന്നു ഈ പാട്ടിൽ. നമ്മളങ്ങനെ പെട്ടെന്ന് അയ്യോ ശ്രുതി പോയല്ലോ അങ്ങനെ ഓർത്തില്ല. ഈ പാട്ടില് മോള് മാനേജ് ചെയ്തു. വെന്തിടുമ്പോൾ ബോ കേട്ടുള്ളൂ, ബോൾ വെന്തിടുമ്പോൾ കേട്ടില്ല കേട്ടോ. മണ്ണിനോ അത് ചരണത്തിലല്ലേ ആ പോർഷൻ വരുന്ന മണ്ണ്, അത് നല്ല രസമുണ്ടായിരുന്നു. മോള് കുറെ സ്ഥലത്ത് മോള് നല്ല രസമായിട്ട് പാടി കേട്ടോ. എസ്പെഷ്യലി അനുപല്ലവി ചരണത്തിലൊക്കെ നന്നായിട്ട് പാടി. എനിക്ക് ഈ ഭാഗമാണ് കുറച്ചധികം ഉരുവിട്ടു ഞാൻ പല സ്ഥലത്തും മോള് പാടി നിർത്തുന്നുള്ളതുകൊണ്ട് അതിങ്ങനെ നമുക്കൊരു എന്താ പറയാ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നുണ്ട്. അത് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി കേട്ടോ. ആ ഒരു ഞാ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുഴപ്പമില്ലായിരുന്നു മോളെ, നന്നായി പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുഷിനി. മരിയ, കമന്റ്സ് എല്ലാം കിട്ടി. നമുക്ക് ഇനി നേരെ മാർക്സിലേക്ക് തന്നെ പോവാം. പുള്ളിയാനിക്ക് ലച്ച മരിയയുടെ ഇന്നത്തെ മരിയൻ സോങ്ങിന്റെ സോർ. $7.5 out of 10. Alfonso. $7.5 again. Sushini. $8 out of 10 and the total score is 23 out of 30. നല്ല സ്കോറാണ്. ഡെഫിനറ്റ്ലി ലാസ്റ്റ് റൗണ്ടിനേക്കാളും കൂടുതലുണ്ട്. സോ ഇനിയുള്ള റൗണ്ട്സിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്, സന്തോഷമുണ്ട് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞ കറക്ഷൻസ് ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഈ കറക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്താൽ ശരിക്കും ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകാൻ ടാലന്റ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മുടേത്. സോ ഇന്നത്തെ ഈ ഒരു ഇംപ്രൂവ്മെന്റിലും ഈ ഒരു മാർക്സിനും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ട്സിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ മരിയ, താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമൻസിനായി വരുന്നു ബിറ്റി ബാബു. ബിറ്റിക്കുട്ടി, എന്തോ ഇന്ന് ഏത് റൗണ്ടാ പാടുന്നത്? ഇന്ന് ഫിലിം ഡിവോഷണൽ റൗണ്ടില് സ്നേഹതീരമേ മെഴുതുറക്കും എന്ന സിനിമയിലെ ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന പാട്ട്. നല്ല പാട്ടാണ്. നല്ല നല്ല പാട്ടുകളാട്ടോ നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് വളരെ പോപ്പുലർ ആണ്. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഇതെല്ലാവരും ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായിരിക്കും, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക്. ജഡ്ജസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അതൊന്നും പക്ഷെ ഇവിടെ പാടാൻ നേരത്ത് അതൊന്നും ചിന്തിക്കേ വേണ്ട. പ്രാർത്ഥിക്കുക, പാടുക. അച്ഛനിടയ്ക്ക് പറയാറുള്ളത് പോലെ നമ്മളിവിടെ പാടുന്നത് ഒരു പ്രഘോഷണമാണ് അല്ലെ. വചനം പ്രഘോഷിക്കുകയാണ്, നമ്മള് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടെ പ്രേക്ഷകർക്കും സ്തുതിക്കാൻ വേണ്ടി നമ്മളൊരു അവസരം നൽകണല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പാടുക. ജഡ്ജ്മെന്റ്സ് ഒക്കെ വേറെ സൈഡിൽ നടന്നോളൂ. ഓക്കെ ബിറ്റി, അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്.
ബിറ്റിക്കുട്ടി, എന്തോ? നല്ലൊരു പാട്ടാട്ടോ ബിറ്റി സെലക്ട് ചെയ്തത്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിച്ചറിയാം. അൽഫോൺസേട്ടാ, എന്തോ? ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള, എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാ. എന്റെയൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ള പാട്ടാ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു മൂഡിലേക്ക് പോകും, പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ പോകുന്നൊരു ടൈപ്പ് പാട്ടാണത്. നല്ല ഒരു സംഗീതമാണ്. പിന്നെ ജാനകിയമ്മയല്ലേ പാടിയിരിക്കണേ? പിന്നെ പറയേണ്ടതില്ലല്ലോ, അത്ര മനോഹരമായിട്ട് പാടിയിരിക്കണേ. അത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ എന്താ പറയാ, ഒരു റിസ്ക്, മോളുടെ ഒരു റിസ്ക് കൂടുതലാണ്. കാര്യം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കണം അല്ലേ? അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പാടുന്ന കൃത്യമായിട്ടെല്ലാം വരണം. അത് എങ്ങനെയൊക്കെയാ, ഏതൊക്കെ ഭാഗങ്ങളാണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ഈ പാട്ട് പഠിക്കാനായിട്ട്? ആദ്യം കാസറ്റ് ഇയർഫോൺ വെച്ച് കേട്ടു നോക്കി, പിന്നെ പലതവണ പ്രാക്ടീസ് ചെയ്തു. ഇതിനകത്ത് കുറെ ഭാഗങ്ങളില് കൃത്യമായിട്ടുള്ള ഒരു സംഭവം വരാത്തതുപോലെ ഒരു ഫീലിംഗ് ആണ് ഫസ്റ്റ് കേട്ടപ്പോൾ. പിന്നെ അത് പല്ലവിയില്, അനുപല്ലവിയിലും ചരണത്തിലും ചില ഭാഗങ്ങളിൽ വലിഞ്ഞു വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ വരികള് പാടി തീർക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ. അതെന്ത് പറ്റി? അങ്ങനെ ഒരു ശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ? അനുപല്ലവി തുടങ്ങിയപ്പോ എനിക്ക് ആ ശ്വാസത്തിന്റെ പ്രശ്നം ശരിക്കും തോന്നി. പിന്നെ സ്നേഹദീപമേ, അതിന്റെ സംഗതി വ്യത്യാസമുണ്ട് മോള് പാടുന്നത്. ഒന്ന് പാടാവോ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സെക്കൻഡ് ടൈമിൽ എങ്ങനെയാ പാടുന്നത്? സ്നേഹദീപമേ സ്നേഹദീപമേ സ്നേഹദീപമേ. എനിക്കൊന്ന് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാ. കാര്യം എന്താ വെച്ചാല്, പാട്ട് നമ്മൾ പഠിക്കുമ്പോഴേ അതിനൊരു ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പാട്ട് പഠിക്കുമ്പോൾ. ഒന്ന്, നമ്മള് കേൾക്കുമ്പോ, ഫസ്റ്റ് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ചില ഗമകങ്ങളും സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അതായത് നമ്മള് പാടി കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് വളരെയധികം പരിചയമുള്ള സംഗതികളിലേക്ക് നമ്മൾ അറിയാണ്ട് ചാടും. ഒറിജിനല് വിട്ടിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു സാധനത്തിലോട്ട് നമ്മൾ അങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു പ്രീ ഓക്യുപ്പേഷൻ നമുക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് പാട്ട് ആദ്യം പഠിക്കുമ്പോൾ. അപ്പൊ എന്നാ ചെയ്യണം? ആദ്യം ഒരു പ്രാവശ്യം കേൾക്കണം, വീണ്ടും കേൾക്കണം. വീണ്ടും കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് കേൾക്കണം. ഒരു പ്രാവശ്യം കൂടി കേൾക്കണം, പഠിക്കരുത് അപ്പോഴൊന്നും. വീണ്ടും കേൾക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോഴാണ് നമുക്ക് കുറേം കൂടി അത് ഇങ്ങനെയാണല്ലേ എന്ന് നമുക്ക് തോന്നുള്ളൂ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറ്റും, തെറ്റായിട്ടാ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടക്കും മനസ്സിൽ. കുഴപ്പമില്ല, മോള് കുറച്ചും കൂടി ആ പാട്ട് പഠിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇത് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുത്ത്, അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പാട്ട് കേട്ടിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അവര് പാട്ട് ആസ്വദിക്കുന്നതിന് പകരം മൊത്തം ചിന്തയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ കുറെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചില സംഗതികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ബുദ്ധിമുട്ട് തോന്നിയത്. പക്ഷെ മോൾക്ക് എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. കുറച്ച് സമയം എക്സ്ട്രാ ഇടേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അൽഫോൺസേട്ടാ. ഉരുളി എനിക്ക് വെച്ച കുട്ടിയുടെ സെലക്ഷൻ നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടാ മോളെ സെലക്ട് ചെയ്തത്. ലോകം മുഴുവൻ പാടിയില്ലെങ്കിൽ ഒരു സുഖം തോന്നുന്ന പാടില്ലേ? ഇത് പറഞ്ഞാലും സുഖമുണ്ടാ പാടില്ല. സ്നേഹദീപമേ മിഴി തുറക്കൂ. നല്ല ക്രിസ്മസിന്റെ നല്ല സന്ദേശമുണ്ട്. ഏറ്റവും നല്ല സ്നേഹദീപം ആരാ? ഈശോ. ഈശോ എന്ത് ചെയ്യുന്നു? ലോകം മുഴുവൻ സുഖം തരുന്നു അല്ലേ? നല്ല രചനയാണ് പി ഭാസ്കരന്റെ രചന. പുകഴേന്തിയുടെ സംഗീതം. നമ്മുടെ ഒരു എന്താണ് ഒത്തിരി ഗ്രഹാതുരത്തൊരു പാട്ടായത് അല്ലേ? എല്ലാ വീട്ടിലും എല്ലായിടത്തും സകലർക്കും ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ട്. അത്രയേറെ ഹൃദ്യതയുള്ള നല്ല ട്യൂണാണ്, നല്ല വരികളാണ്. കൊള്ളാം, സിംഗിങ് നല്ലതാണ് മോളുടെ. ചിലടത്ത് നന്നായി മോള് പാടി,
നന്നായി പാടിയെന്ന് പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ എനിക്കതല്ല ആവശ്യം. ഇനിയും ബിറ്റിയുടെ പാട്ടിലുണ്ടാകേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് ആണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഞാൻ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാക്കുകൾ ഇനിയും ഡിസ്റ്റിങ്ക്ട് ആവണം. വന്യജീവികൾ പകരാനായി വാൾമുനയേന്തി, ചില വാക്കുകളൊക്കെ ഞാൻ പെട്ടെന്ന് എഴുതിച്ചു. 1. 2, താളം മോളുടെ കുറച്ചുകൂടെ സ്റ്റഡി ആവണം. ബിഗിനിങ് നമുക്കൊന്ന് പാടണം കേട്ടോ, തുടക്കം ഒന്ന് പാടണം. പിന്നെ ഒരു ട്യൂണിങ്ങിന്റെ കുറച്ചുകൂടെ ഇപ്പോഴും ഹാർഷ് സിംഗിങ് പോലെ തോന്നുന്നു ബിറ്റി. പിന്നെ അക്ഷരങ്ങൾ ഇപ്പോഴും മോളുടെ ആ സ്റ്റൈലും അത് മാറിയ മോൾക്ക് ഒത്തിരി വ്യത്യാസം സിംഗിലുണ്ടാവും. അതൊക്കെ ഡെവലപ്പ് ചെയ്യണം കേട്ടോ മോളെ. കുറച്ചുകൂടെ മോൾക്ക് നല്ലൊരു സിംഗിങ് പവറുള്ള കുട്ടിയാ, നല്ല ഗെയിനുള്ള ശബ്ദം മോളുടെ. അതൊന്ന് ചേച്ചിമിനിക്ക് എടുക്കാനുണ്ട്. ബിറ്റി എന്തോ നല്ല സെലക്ഷൻ. ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ വളരെ ഫേമസ് ആയ എസ് ജാനകിയമ്മയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണിത്. അപ്പോ മോള് നന്നായി പാടി കേട്ടോ. എനിക്ക് തോന്നിയത് മോൾക്ക് ആ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, ഇവരുമായിട്ടൊന്ന് സിങ്ക് ആവാനായിട്ട് ഒരു ഇച്ചിരി സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മോള് അനുപല്ലവിയൊക്കെ ആയപ്പോഴത്തേക്കിനും ക്യാച്ച് ചെയ്തു. എനിക്ക് തോന്നിയത് ആ ഫസ്റ്റ് തുടക്കമില്ലേ, ലോകം മുഴുവൻ പറയുന്ന സ്ഥലത്ത് മിക്കപ്പോഴും ഒരു ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. സുഖം പകരാനായി അവിടെ എത്താൻ ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ സ്നേഹദീപമേ, അതിപ്പോ അൽഫോൻസേട്ടൻ കറക്റ്റ് ചെയ്തു, അതാട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. സ്നേഹദീപമേ നീതി, അതാ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മള് പഠിച്ചിരുന്ന വേറെ ഏതോ ഒരു രീതിയിലാ, അത് ഇച്ചിരി ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ പാട്ടൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയാ ബൈഹാർട്ടാണ് ഈ പാട്ട്. നമുക്ക് തന്നെയല്ല എല്ലാവർക്കും. എല്ലാവർക്കും അത് പാട്ട് മോള് പാടുമ്പോഴത്തേനും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് നോട്ട് ചെയ്യും പെട്ടെന്ന്. അപ്പൊ അതാണ് കുഴപ്പം പറ്റിയത്. പിന്നെ വീഴുമ്പോൾ അനുപല്ലവിയില് ആ പോർഷനല്ലേ, അതൊരു ഇച്ചിരി ജേർക്കായി. അതുപോലെ തന്നെ താഴുമ്പോൾ, പിന്നെ ചരണം തുടങ്ങിയതില്ലേ പുല്ലിൽ, അത് തുടങ്ങിയത് ബാങ് ഓൺ ആയില്ല. വനചരനിൽ അതുപോലെ തന്നെ. ഇതെന്താ പറയാ, മോളുടെ ശബ്ദം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് മോള് തുടങ്ങുന്ന എങ്ങനെയാണോ മോൾക്ക് കോൺഫിഡൻസ് ഉള്ള, അനുപല്ലവി തൊട്ടാണ് മോൾക്ക് കോൺഫിഡൻസ് വന്നത് ഈ പാട്ടില്. അപ്പൊ അവിടെ തൊട്ട് മോളൊരു വിടിയിലാണ്. പിന്നെ അവസാനം വരെ ആ സെയിം ശക്തിയിലാണ് മോള് പാടുന്നത്. പക്ഷെ ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് മോഡുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മോളുടെ ശബ്ദം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ചിലപ്പോ നമുക്ക് ആസ്വദിക്കാനേ ചിലപ്പോ ഇച്ചിരി പ്രയാസം വന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ ശബ്ദം നല്ല ഇതായിട്ട് നിൽക്കുന്ന കാരണം ഒരു ഇച്ചിരി മോഡുലേറ്റ് ചെയ്ത് പാടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടുകളൊക്കെ. അന്ധകാരമതിൽ അതില്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടിയപ്പം. ഒരു ചെറിയ എക്സ്പ്രഷൻ ഇട്ട് പാടി. അപ്പൊ മോള് എനിക്കൊന്ന് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇച്ചിരി മോഡുലേഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരേ സ്ട്രെങ്ത്തിൽ പോവാതെ ഒരു ഇച്ചിരി മോഡുലേറ്റ് ചെയ്ത വാക്കുകൾ അനുസരിച്ച്. പിന്നെ ഇത് കേക്ക് ജാനകിയമ്മയാ പാടിയിരിക്കുന്നത്. ജാനകിയമ്മ ഒരു എന്താ പറയാ നമുക്കൊരു ബുക്ക് ലൈബ്രറിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി എവിടെയൊക്കെയാണ് എക്സ്പ്രഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോ എടുത്ത് നോക്കി ജാനകിയമ്മ പാടിയിരിക്കുന്ന പോലെയൊക്കെ ഒന്ന് പാടാൻ ശ്രമിക്കുവാണെങ്കിൽ കുറെ ഹെൽപ്പ് ചെയ്യും മോൾക്ക്. ഈ പാട്ടിൽ എനിക്ക് തോന്നിയ മോഡുലേഷന്റെ ആണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മള് ഇങ്ങനെ ഇരുന്ന് ചേച്ചി പേന എടുക്കുമ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേന എടുക്കുമ്പോ ഉടനെ നോക്കുന്നുണ്ട്. അപ്പൊ പേന എടുക്കുന്ന എപ്പോഴും തെറ്റ് എഴുതാനല്ല കേട്ടോ, നല്ലതായി പാടി എന്നാണ് ചിലപ്പോ എഴുതുക. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ പെട്ടെന്ന് ടെൻഷൻ ആവരുത് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്ത് പാടുക കേട്ടോ, എൻജോയ് ചെയ്ത് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുശീലി. എന്തോ കമന്റ്സ് ഒക്കെ കേട്ടു. ബിറ്റിയുടെ ടാലന്റിനെ കുറിച്ച് ജഡ്ജസ് എല്ലാവരും വളരെ കോൺഫിഡന്റ് ആണ്. അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിക്ക് എന്തുമാത്രം ടാലന്റ് ഉണ്ടെന്ന്. ഇനി അത് എങ്ങനെ പോളിഷ് ചെയ്ത് മുന്നോട്ട് പോവാന്നാണ് നമുക്ക് ജഡ്ജസ് പറഞ്ഞു തന്നത്. ഇനി ബിറ്റിയുടെ ഇന്നത്തെ ഫിലിം സോങ് അല്ലെ, ഫിലിം സോങ് റൗണ്ടിലെ സ്കോർ എത്രയാണെന്ന് ചോദിക്കാം. അൽഫോൻസേട്ടാ. Seven out of 10. ഉരുളേനിക്ക് ലക്ഷ. Seven out of 10. Sicily. വീണ്ടും 7 and the total score is 21 out of 30.
വിക്കി കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 21. ഇപ്പോഴും 21 തന്നെ. സാരമില്ല, എന്തായാലും താഴേക്ക് നമ്മൾ പോയിട്ടില്ല. എങ്കിലും മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുള്ള കുട്ടിയാണ് ബിറ്റി. സോ അടുത്ത റൗണ്ടില് എനിക്ക് ഉറപ്പുണ്ട് ബിറ്റി ഇതെല്ലാം കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇതെല്ലാം ഓവർകം ചെയ്ത് വരുമെന്ന്. അടുത്ത റൗണ്ടില് ഡെഫിനറ്റ് ആയിട്ട് ഈ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യണ്ടേ? മോഡുലേറ്റ് ചെയ്യണം. എല്ലാം ഓർത്ത് വെച്ചിട്ടില്ലേ? അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ വരണം. ബിറ്റി, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പെർഫോമൻസ് ബിറ്റി. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് സോണിയ സണ്ണി. സോണിയ, എന്താ ഏത് റൗണ്ടാണ്? സെമി ക്ലാസിക്കൽ. എനിക്ക് തോന്നി വന്നപ്പോ ഏത് പാട്ടാണ്? ആദ്യ സ്വരൂപം തേജസ്വരൂപം. നന്നായി പ്രാക്ടീസ് ചെയ്തോ? ഒരുപാട് സംഗതികളൊക്കെ ഉള്ള പാട്ടാണോ? ആണല്ലേ? ഓക്കെ. എനിവേസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സോണിയ നല്ല കഴിവുള്ള കുട്ടിയാണ്, നന്നായി പാടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രാർത്ഥിച്ചൊരുങ്ങി പാടുക. ഓൾ ദ ബെസ്റ്റ് വിഷസ് സോണിയ. ഭജനം ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർഷിതം വന്ദനം വാഴ്ക വാഴ്ക വചനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലജലനം മൃദുചലനം ജലജലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീലമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരപകരതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം
രുധിരരായി. വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം. ഓ പരിപാവനാത്മം ഭജനം. ഓ പരിത്രാണ സ്നേഹം ഭജനം. ഓ പരിഹാരയാഗം ഭജനം. സോണിയ, എന്തോ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടായിരുന്നു അല്ലേ? അതെ. ഒരുപാട് ഫ്രേസ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന വേർഡ്സ് ഒക്കെ ഉണ്ട്. സോനിക്ക് എങ്ങനെയുണ്ടായിരുന്നു പാടിയപ്പോ? വിചാരിച്ചത്ര നന്നായിട്ട് പാടാൻ പറ്റില്ല. പറ്റിയില്ല അല്ലേ? അത് ഇറ്റ് ഹാപ്പൻസ് അല്ലേ? ഓരോ സ്റ്റേജും ഓരോ രീതിയിലാണ്. പക്ഷെ സോനിയുടെ ഇന്നത്തെ പാട്ടിനെ ജഡ്ജസിന് വിലയിരുത്താതിരിക്കാൻ പറ്റില്ല. സോ ഇന്നത്തെ സെമി ക്ലാസിക്കൽ സോങ്, സോണിയുടെ സോങ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സിസിലി. സോണിയ, എന്തോ മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്? ആരാ ചൂസ് ചെയ്ത പാട്ട്? ഞാൻ തന്നെ ചൂസ് ചെയ്ത. മോളുടെ ശബ്ദത്തിന് ആക്ച്വലി ഈ പാട്ട് എന്താ പറയാ, ഇങ്ങനെ ആ താളത്തിൽ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു മോളുടെ ഈ ശബ്ദത്തില്. കാരണം നല്ല നല്ല ബ്രൈറ്റ് വോയിസ് അല്ലേ മോളുടെ, എപ്പോഴും പറയാറുള്ള പോലെ. അത് നല്ലൊരു ഇത് കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ മോളെ ഈ ഒരു പേജ് മുഴുവൻ ചേച്ചി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയാ, ശ്രുതിയുടെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ സോണിയയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം മോൾ എന്ത് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. എനിക്ക് ചുമയായിരുന്നു, പിച്ചെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു പ്രോബ്ലം. ഓക്കെ ഓക്കെ. ഹൈ പോയ പോർഷൻസ് ഒക്കെ സ്വരത്തിന്റെ ഇത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അതല്ലാതെ സസ്റ്റെയിൻ ചെയ്യുന്ന ഓം പരിത്രാണ, പിന്നെ ഓം വചനം അല്ലെ, അതുപോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രുതി അങ്ങ് ചേരുന്നേ ഇല്ല ആദ്യം മുതൽ അവസാനം വരെയും. ഇതെന്താ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഓം മാത്രമാണ് എന്റെ ഇടയ്ക്ക് എനിക്കൊന്ന് അനുപല്ലവി പല്ലവി കഴിഞ്ഞിട്ടൊരു ഓം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. അത് നന്നായിട്ട് വന്നു. അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്തു. കാരണം വെച്ചാല് മോളുടെ ശബ്ദത്തിന് നല്ലതായിരുന്നു ഈ പാട്ട്. പക്ഷെ ശ്രുതിയുടെ ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു മുഴുവൻ ത്രൂ ഔട്ട് കേട്ടോ. ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഫുൾ മൃദുചലനം. എനിക്ക് ആ ഓം മാത്രം ഒന്ന് പാടാമോ? പരിത്രാണം. പരിപാവനാത്മം ഭജനം. പരിത്രാണ സ്നേഹം ഭജനം. ഓ പരിഹാരയാഗം ഭജനം. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലും നന്നായിട്ട് ശ്രുതി പോയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മോള് പാടി. എനിക്ക് നിശ്ചയ റിലാക്സ് ചെയ്ത് പാടാമായിരുന്നു ഈ പാട്ട്. ഇങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു മൊത്തത്തില്. സൗണ്ടിന്റെ പ്രശ്നമല്ലാതെ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ മോൾക്ക്? ഓക്കെ. എന്താണോ നമ്മള് സോണിയയുടെ പാട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഇത്രയും ഒരു ഇത് നമുക്ക് വന്നിട്ടില്ല മോളെ. അപ്പൊ ഭയങ്കര വിഷമമായി പോയി സത്യത്തില് കേട്ടോ മോളുടെ ഈ പാട്ട് കേട്ടപ്പോ. പറയാൻ വിഷമമുണ്ട് ചേച്ചിക്ക്. പക്ഷെ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി എന്താ പറയാ ബെറ്റർ ആയിട്ട് ശ്രുതി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. വോയിസിന് കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യൂ നന്നായിട്ട്. എന്നിട്ട് പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളിയാനിക്ക് ലച്ച. മോൾ എപ്പോഴാ ഈ പാട്ട് സാധനം ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് മോളെ? ഡാൻസിന് വല്ലതും ആണോ? ഡാൻസിനത് പാടാറ്. ഡാൻസിന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണത്. അതിൻ്റെതായിട്ടുള്ള സ്റ്റൈല് ഒക്കെ പാട്ടിലുണ്ട്. അത് ഒരു കോമ്പറ്റീഷന് പാടുമ്പോ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അതിന്റെ വാക്കുകളും ഒത്തിരി കുത്തി നിറച്ച വാക്കുകളും മൂവ്മെന്റ്സും ഒക്കെ ഈ പദചലനങ്ങൾക്ക് വേണ്ടിയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു. മോള് പാടി. അത് മോള് കൺട്രോൾ കിട്ടിയില്ല. ഇതാണ് സംഭവിച്ചത്. ഒരു നല്ല പ്ലസ് ഈ കാണാതെ പഠിച്ചത് മുഴുവൻ. അത് നല്ല പോയിന്റ് ആയിട്ടോ. തെറ്റാതെ മോള് വാക്കുകളൊക്കെ പാടി. പിന്നെ മോൾക്ക് ഒരു തടസ്സം, എന്തോ പാടാനുള്ള തടസ്സം. ചില വാക്കുകൾ വരുമ്പോ നമ്മുടെ ഈ പിരികൊക്കെ ഈ മോഭാഗങ്ങളുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. ഭയങ്കര പരിഭ്രമമായി തോന്നും നമുക്ക്. പിന്നെ മോളുടെ പരിഭ്രമം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പാടി തീർക്കണമല്ലോ എന്നൊരു ടെൻഷനായിരുന്നു. ആദ്യം തൊട്ടേ ഇങ്ങനൊരു ഡിസ്ട്രാക്ഷൻ. സോണിയ നല്ലോണം പാടുന്ന ആളാണ് അല്ലേ? ആണ് ഇപ്പോഴും. അതെ,
ഇതുപോലുള്ള സെലക്ഷൻസ് നമ്മൾ പറ്റിക്കുവാണ്. അതുകൊണ്ട് ഇനിയുള്ള റൗണ്ട്സിലും എനിക്കിഷ്ടപ്പെട്ട പാട്ടെടുക്കാതെ ഉണ്ടല്ലോ, മറ്റുള്ളവരത് ചോദിക്കണം. ഇപ്പൊ ഞാനൊരു പാട്ടെടുത്താൽ, ഇപ്പൊ എക്സ്പാൻഡ് ഞങ്ങളൊക്കെ ഒരു പാട്ടെടുത്താൽ ഞങ്ങള് 25 പേരോട് ചോദിക്കണേ നമുക്കത് പാടണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ല, ഞാനൊരു പാട്ട് പാടുമ്പോൾ എന്നെ ശ്രവിക്കുന്നവർക്ക് ഈ പാട്ട് ഇഷ്ടാവുമോ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ, ഒരു മെസ്സേജ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മൾ എന്ത് മെസ്സേജാ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാട്ടിലൂടെ? എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? വചനം എന്നൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതാ സ്റ്റെപ്പിന് വേണ്ടിയൊക്കെ ചിലത് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ആദത്തിന്റെ കാര്യം, ശേഷം അവൻ ആദ്യമായിരുന്നു, പിന്നെ ശേഷം ഇങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കഥകളും. അപ്പോൾ ഇനി പാട്ടെടുക്കുമ്പോ എനിക്കിഷ്ടപ്പെട്ട പാട്ടെടുത്താൽ പോരാ, അറിയാവുന്നവരോട് ചോദിക്കണം. സിസ്റ്റേഴ്സിനോടോ ചിലപ്പോൾ ചില അച്ഛന്മാരോ കൊണ്ട് കാണിക്കുന്ന വരികളൊന്ന് കാണിക്കുക, ഇത് നല്ലതാണോ എനിക്ക് പാടാൻ. അങ്ങനെയുള്ളൊരു നമ്മുടെ പാട്ടിന് ഒരു അഭിഷേകം വേണം പാട്ടിന് കേട്ടോ. നമ്മൾ എടുക്കുന്ന പാട്ട് പോലും ഒത്തിരി പേരെ മാനസാന്തരപ്പെടുത്താൻ ഉപയോഗിക്കണം, അല്ല കുറെ വാക്കുകൾ മാത്രം പോരാ. അപ്പൊ സോണി ഇനി അത് ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക, അടുത്ത റൗണ്ട്സിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. താങ്ക് യു അച്ഛാ. അൽഫോൺസ് ഏട്ടാ. സോണിയുടെ പാട്ടുകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഒക്കെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കാറ്. സാരമില്ല, എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ലല്ലോ, ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം. സോങ് സെലക്ഷൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഞാനിതിനിപ്പോ എങ്ങനെയാ കറക്ഷൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാര്യം കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറും എല്ലാം പിച്ചിന്റെയാ. അച്ഛൻ പറഞ്ഞ കറക്റ്റാ, ഒരു എങ്ങോട്ടാ പോണേന്നുള്ള അറിയാൻ പറ്റുന്നില്ല. ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് വരും, പിന്നെ ഷാർപ്പാകും, അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടിരിക്കുക. സോണിയയുടെ പാട്ട് ഞങ്ങൾക്ക് കേട്ടിട്ടുള്ളതുകൊണ്ടാണ് സംശയം, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. എന്താണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമാണെങ്കിൽ കാര്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതിനെ ഒന്ന് ശരിയാക്കുകയും വേണം. കാര്യം വെച്ച് കഴിഞ്ഞാല് അത് ഒട്ടും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിംഗിങ് സോണിയുടെ കയ്യിൽ നിന്ന്. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം എടുത്തെടുത്ത് പറയണോ? എനിക്ക് ഒന്ന് അത് പറയാതെ തന്നെ സോണിക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയൊക്കെ പ്രശ്നങ്ങളുള്ളതെന്നുള്ളത്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് ദൈവം അതിനുള്ള കൃപ തരട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു കേട്ടോ. ഒന്ന് സോങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പാട്ടിന്റെ വരികൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ചേർന്ന് പോകുന്ന പാട്ടുകളാണോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസ് ഏട്ടാ. സോണിയക്ക് നല്ല ടാലന്റ് ഉണ്ട്, എല്ലാ ജഡ്ജസിനും അറിയാം. ഇപ്പൊ ജഡ്ജസ് തന്നെ പറഞ്ഞത് എന്താ, സോണിയയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയല്ല. പ്രത്യേകിച്ച് ശ്രുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോണിയയുടെ പ്രീവിയസ് റൗണ്ട്സും പെർഫോമൻസസും നമുക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ തന്നിരുന്നു. അതാണ് ജഡ്ജസ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിൽ നമുക്ക് തിരിച്ചു വരാം അല്ലെ. നമുക്ക് മാർക്സ് ചോദിക്കാം. സിസിലി. .5 out of 10. ഉറിയാനിക്ക് ലക്ഷ. .5 again. Alphonse ഏട്ടാ. വീണ്ടും 6.5 and the total score is 19.5 out of 10. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 23. നമുക്കൊരു കുറച്ചൊന്ന് താഴേക്ക് പോരേണ്ടി വന്നല്ലേ സെമി ക്ലാസിക്കൽ റൗണ്ട് ആയപ്പോ. സാരമില്ല, ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജും ഓരോ രീതിയിലായിരിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെസൺ ആയിട്ട് നമുക്ക് ഈ ഒരു പെർഫോമൻസിനെ എടുക്കാം. അപ്പോ ഈ 19.5 നിന്നും അടുത്ത റൗണ്ടില് നല്ലൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാണ്, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അതോടൊപ്പം സോണിയ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ സോണിയ, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അങ്ങനെ നമ്മുടെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി വരുന്ന സെഗ്മെന്റ് ആണ് മ്യൂസിക് ക്വിസ്. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ നോളജിനെ അളക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ് മ്യൂസിക് ക്വിസ്. മ്യൂസിക് ക്വിസിന് വേണ്ടി മറ്റു 2 കണ്ടസ്റ്റന്റ്സിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. മരിയ ബാബു ആൻഡ് ബിറ്റി ബാബു. റെഡിയല്ലേ? 3 പേരും അറിയാലോ, ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാലോ. ജഡ്ജസ് ഓരോ ക്വസ്റ്റ്യൻ ഓരോരുത്തരോട് ചോദിക്കും. ഓരോ റൈറ്റ് ആൻസറിനും 1 മാർക്ക് വെച്ചുണ്ട്. പിന്നെ അധികം വൈകിക്കാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോണിയയ്ക്കുള്ളതാണ്. അൽഫോൺസേട്ടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ആരാധന സംഗീതത്തിലെ, പ്രത്യേകിച്ച് പാശ്ചാത്യ സംഗീതത്തിന്റെ മേഖലയിലുള്ള ഒരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു സംഗീത ശൈലി ഇതിൽ ഈ താഴെ പറയുന്നതിനകത്ത് ഏതാണ് എന്ന് പറയണം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയാണ്. 1 ബെനഡിക്റ്റൻ ചാന്റ്, 2 ഡൊമിനിക്കൻ ചാന്റ്, 3 ഗ്രിഗോറിയൻ ചാന്റ്. ഓപ്ഷൻ എ ആണ്. ഏതാണെന്ന് പറയാം? ബെനഡിക്റ്റൻ ചാന്റ്. അടുത്ത ആള് പറയാം? ഗ്രിഗോറിയൻ ചാന്റ്. കറക്റ്റ് ആണ് ഉത്തരം. ഗ്രിഗോറിയൻ ചാന്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ബിറ്റി ബാബു, യു ഹാവ് ഗോട്ട് 1 പോയിന്റ്. ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബെനഡിക്റ്റൻ ചാന്റ് എന്നും ഡൊമിനിക്കൻ ചാന്റ് എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം അങ്ങനെ നിലവില് അറിയപ്പെടുന്നതായിട്ടില്ല. ഗ്രിഗോറിയൻ ചാന്റ് മാത്രമേ ഉള്ളൂ. ബിറ്റിയോട് തന്നെയാണ് അടുത്ത ചോദ്യം. ഉരുളിയാനിക്കലച്ച. ലളിതമായ ചോദ്യം ബിറ്റിയോട് ചോദിക്കുന്നു. ദൈവമാണ് നമുക്ക് സംഗീതം തന്നതെന്നും ആ സംഗീതം ദൈവത്തിന് മഹത്വം നൽകാൻ ഉപയോഗിക്കണമെന്നൊക്കെ ഒത്തിരി വചനങ്ങളുണ്ട്. പല സ്ഥലത്ത് കിടക്കുന്നു, പല പുസ്തകങ്ങളിൽ കിടക്കുന്ന. അപ്പൊ ഞാനൊരു വചനം പറയാം, അത് ഏത് പുസ്തകത്തിലാന്ന് പറഞ്ഞാൽ മതി. ഇതാണ് വളരെ നല്ല വചനം, നമ്മളെല്ലാവരും പഠിക്കേണ്ട വചനം. അവിടുന്ന് ഒരു പുതിയ ഗാനം എന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നമ്മുടെ കർത്താവിന് ഒരു സ്തോത്രഗീതം. ഇതാണ് വചനം. എന്തല്ല വചനം അല്ലേ? അതായത് സംഗീതം ദൈവം നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും വെച്ചു തരിക. പുതിയ പുതിയ പാട്ടുകൾ. 3 ഗ്രന്ഥങ്ങളുടെ പേര് പറയാം: പ്രഭാഷകൻ, സങ്കീർത്തനം, സുഭാഷിതങ്ങൾ. സങ്കീർത്തനം. കറക്റ്റ്. റൈറ്റ് ആൻസർ. ബിറ്റിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു 1 more point. സങ്കീർത്തനം 40:3 പറഞ്ഞേ. സങ്കീർത്തനം 40:3. അത് പോയി പഠിക്കണം കേട്ടോ, വായിച്ചു. ഓക്കെ ബിറ്റി, അപ്പൊ ബിറ്റിക്ക് 1 മാർക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി മരിയ ബാബുവിനുള്ള ചോദ്യം. സിസിലി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, ഹൃദയത്തിങ്ങൾ താരയിൽ കണ്ണിൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഈ ഗാനം കേട്ടിട്ടുണ്ടല്ലോ. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ബെർണി ഇഗ്നേഷ്യസ്, ഓപ്ഷൻ ബി പീറ്റർ റൂബൻ, ഓപ്ഷൻ സി MK അർജുനൻ. മരിയ ബാബു കറക്റ്റ് കുത്തിക്കോ, മനസ്സിലായി? അറിയൂല. പീറ്റർ റൂബൻ. എന്റെ ദൈവമേ, എന്തൊരു കറക്കി കുത്തായിരുന്നു. കറക്റ്റ്. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ മരിയ. മരിയക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസും ഇവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷെ സ്കോർ ലെവൽ വെച്ച് നോക്കുമ്പോൾ ബിറ്റിക്കാണ് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സോ ബിറ്റി ഈസ് ദ വിന്നർ ഓഫ് മ്യൂസിക് ക്വിസ് ഫോർ ദിസ് എപ്പിസോഡ്. കൺഗ്രാറ്റുലേഷൻസ് ബിറ്റി ബാബു. ബിറ്റിക്കുള്ള സ്പെഷ്യൽ മെമന്റോ പ്രൈസ് അൽഫോൺസ് ഏട്ടൻ നൽകുന്നതായിരിക്കും. ബിറ്റി ഇങ്ങനെ 2 സ്കോറോടുകൂടി ഇന്ന് വിൻ ചെയ്തിരിക്കുകയാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസസും മ്യൂസിക് ക്വിസും എല്ലാം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കൂടുതൽ മനോഹരങ്ങളായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. മനോജ്ഞ പ്രകാശം
ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സിംഗിങ് സ്റ്റൈൽ ഒന്ന് മാറ്റേണ്ട സമയമായി. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയാ പോരാ. നല്ല രസമുള്ളൊരു പാട്ട്. മോള് നന്നായിട്ട് ജസ്റ്റിസ് ചെയ്തു കേട്ടോ ഈ പാട്ടിന്. നല്ല രസമായിട്ട്. ഇത് പാടാൻ അത്ര എളുപ്പമുള്ള പാട്ടല്ല, കേൾക്കാൻ നല്ല രസമുള്ളൊരു പാട്ടാണ്. മോന് അത്രയും പാടാനായിട്ടുള്ള ഒരു ഇതിലേക്ക് ആയി വരുന്നേ ഉള്ളൂ, മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സംഗതികൾ പാടാൻ പോയി കഴിഞ്ഞാൽ അത് ഒന്നും അങ്ങോട്ട് എത്തൂല്ല, എന്നാൽ നമുക്ക് പാടാനും പറ്റില്ല.